ദേ ഇപ്പൊ നമ്മൾ കണ്ടതൊക്കെ AI ഫോട്ടോസ് ആണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ? അപ്പൊ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാവേ. നമുക്ക് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ അത് വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഗൂഗിൾ എടുക്കുക. അതിനുശേഷം താഴെ 3 വര കണ്ടോ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതേ ഏറ്റവും മുകളിൽ കിടപ്പുണ്ട് ജെമിനി എന്ന് പറഞ്ഞ് അതേലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണേ. അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പം നെറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓപ്പൺ ആയി വന്നു. ഇനി അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഹലോ കുക്കു എന്നും പറഞ്ഞ എൻ്റെ പേജാണല്ലോ അതങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കണ്ടു ഒരു പ്ലസ് ഐക്കൺ. അപ്പോൾ നമ്മൾ അതേ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അവിടെ നിന്ന് നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫോട്ടോസ് എടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ജെമിനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ ഫോട്ടോസ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അത് മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. ഞാനിപ്പോൾ എഴുതി കൊടുക്കുന്നത് ക്രിയേറ്റ് ആൻഡ് വെഡ്ഡിങ് സ്റ്റൈൽ ഇമേജ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇമേജ് ആണോ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതും എഴുതി കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന ആ ഒരു ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സെക്കൻഡ് എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഫോട്ടോസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചതിൻ്റെ രീതിയിൽ നമുക്ക് ഫോട്ടോസ് വന്നിട്ടുണ്ട്. കൂടെ ഒരു കുഞ്ഞി പയ്യനയുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് സേവ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ഇതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ഇമേജ് എന്നും പറഞ്ഞൊക്കെ വരാം. പിന്നെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതേ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ആഡ് ടു ഷെയർ ആൽബം എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ പേര് ഞാൻ കുക്കു എന്നും പറഞ്ഞുകൊണ്ട് സേവ് ചെയ്യുകയാണ്. പോസ്റ്റ് എന്നും പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇത് ഗാലറിക്കകത്ത് വന്നു എന്ന് നമുക്ക് നോക്കാം. അങ്ങനത്തെ നമ്മുടെ ഫോട്ടോസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള പരിപാടി. നമ്മൾ എഴുതി കൊടുക്കുന്ന പോലെയിരിക്കും നമ്മുടെ ഫോട്ടോസ് എങ്ങനെ വേണമെന്നും പറഞ്ഞ് വരാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മലയാളത്തിൽ എങ്ങനെ ചെയ്യാമെന്നുകൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ പ്ലസ് ഐക്കണെ ഞെക്കുക. ഗാലറിക്കകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ആ ഫോട്ടോസ് തന്നെ ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിനി മലയാളത്തിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഞാനിപ്പം എന്താ പറയുക, നമ്മൾ ഇപ്പം വെഡ്ഡിങ് സ്റ്റൈൽ ഒരു ഫോട്ടോ ആണ് കിട്ടിയത്. ഇപ്പം നമ്മൾ അടുത്തത് കേക്ക് മുറിക്കുന്ന ഒരു ചിത്രം ആക്കി തരുമോ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ജെമിനിയോട് ചോദിക്കുന്നത്. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തായിരിക്കും വരുന്നതെന്ന് നിങ്ങൾ കണ്ടോ. തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് കേക്ക് മുറിക്കുന്ന ഒരു ചിത്രം അത്രയും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം വരാൻ സാധ്യത ഇല്ലായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് പോകാം. ന്യൂ ചാർട്ട് എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അതിലോട്ട് പോയി വീണ്ടും നമ്മൾ ആ ഒരു ഫോട്ടോ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് വീണ്ടും എഴുതി കൊടുക്കുകയാണ് ഈ ചിത്രം. ഈ ചിത്രം കേക്ക് മുറിക്കുന്ന രീതിയിലാക്കു തരുമോ എന്നും പറഞ്ഞാണ്ട് വീണ്ടും ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ കൊടുത്തു നോക്കാം. എന്താ വരുന്നതെന്ന് അറിയണ്ടേ, നമുക്ക് ഫോട്ടോസ് വരുമോയെന്ന്. ഇപ്പോൾ ഇംഗ്ലീഷിൽ അറിയത്തില്ലാത്തൊരു മലയാളത്തിലാണെങ്കിലും കൊടുത്താലും മതി. ഇവിടെ ചിത്രം സൃഷ്ടിക്കുന്നെന്നും പറഞ്ഞൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ചിത്രം വരാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കുന്നൊരു ചിത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ നമ്മുടെ ഗാലറിക്കകത്തോട്ട് സേവ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ